കടൽക്ഷോഭത്തെ തുടർന്ന് വീട് നഷ്ടമായവർക്ക് പ്രതിമാസ വാടക ലഭിക്കാതെ പോയിട്ട് 5 വർഷമായ റിപ്പോർട്ടാണ് നേരത്തെ അരുൺ സോളമൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് വലിയതുറയിൽ നിന്നും. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. അരുൺ സോളമൻ, 2019, 20, 21 ഈ വർഷങ്ങളിലൊക്കെ ഉണ്ടായ കടലാക്രമണത്തിൽ വീടുകൾ തകർന്നവർക്കാണ് വാടക വീടുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞോളൂ, ഞങ്ങൾ വാടക നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയത്. 5500 രൂപ വീതം മാസം വാടക കൊടുക്കേണ്ടത് സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് ഇവരുടെ ആക്ഷേപം. ഉറപ്പ് ലംഘിച്ചത് ആരാണ്? വീഴ്ച വരുത്തിയത് ആരാണ്? അരുൺ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3-5 വർഷങ്ങളായിട്ട് വാടക വീടുകളിൽ കഴിയുന്നവരാണിപ്പോൾ ഈ വലിയതുറയിലുള്ളവർ വളരെ ദുരിതത്തിലാണ് കഴിയുന്നതെന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി അമ്മയാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിരുന്നത്. പ്രതിമാസം 5500 രൂപ ഇവർക്ക് നൽകുമെന്നായിരുന്നു ഇവർക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ അത് ഇതുവരെയും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. 44 കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതത്തിൽ കഴിയുന്നത്. ഗിൽബർട്ടേട്ടാ, ഇതുവരെയെങ്കിലും ഏതെങ്കിലും ഒരു മാസത്തെ വാടകയെങ്കിലും കിട്ടിയിരുന്നോ? ഒരു രൂപ ഇന്ന് വരെയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കയറി ഇറങ്ങാൻ സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ വളരെ ദുരിതാശ്വാസത്തിലാണ് ഞാനിപ്പം കഴിയുന്നത്. വാടകക്കാരൊന്ന് ചോദിക്കാതെ ഞാൻ വന്നില്ല, വന്നു ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനപ്പെടുത്തിയാണ് ഇരിക്കുക. എനിക്ക് ജോലി ചെയ്യാൻ കഴിവില്ല, മരുന്ന് മേടിക്കാൻ കഴിവില്ല, ഞാൻ ജീവിക്കുകയാണ്. എനിക്ക് ജോലി തരാൻ ആരുമില്ല. എൻ്റെ മൂത്തമ്മ മരിച്ചുപോയി, ഭാര്യയും മരിച്ചുപോയി. ഞാനിപ്പോൾ അനാഥയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി നിവൃത്തി ഉണ്ടെങ്കിൽ ഈ കുഴപ്പമൊന്നുമില്ല. 2 നില വീടാണ് മക്കൾ പലിശയ്ക്കൊക്കെ എടുത്ത് വീട് വച്ചിരുന്നത്. ഒരു നിവൃത്തിയില്ല. ആ വീടാണ് കടലെടുത്തത്. ലക്ഷങ്ങളാണ് ചിലവാക്കിയത്. ഇതുവരേക്ക് ഞങ്ങൾക്ക് 10 പൈസ ഇടിയില്ല. ഞങ്ങൾ സ്കൂളിൽ കിടന്ന് ഇതുമായി ബന്ധപ്പെട്ട് രേഖകളൊക്കെ കളക്ടർ ഓഫീസിൽ നൽകിയിരുന്നു. അന്ന് നഗരസഭ ഇവിടെ കളക്ടർ ഓഫീസിൽ കൊടുത്ത്, ഫിഷറീസ് ഓഫീസിൽ കൊടുത്ത്, നവകേരളത്തിലെ എല്ലായിടത്തും ഞാൻ കൊടുത്തു. ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ നിവൃത്തിയില്ലാത്ത പ്രൈവറ്റ് സെക്രട്ടറിയെ പോയി കണ്ട്, കഴിഞ്ഞ മാസം പോയി കണ്ട് അയാൾ ഒരാളടുത്ത് പറഞ്ഞ് എത്രയും വേഗം ഈ പേപ്പർ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതുവരെയ്ക്ക് അതൊന്നും ആകാതെ കിടക്കുക. കഴിഞ്ഞ 3 വർഷമായിട്ട് നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങി വണ്ടിക്കൂലിന് 10000 രൂപ വണ്ടിക്കൂലിക്കായി. എന്നെ കൊണ്ട് വയ്യാത്തതുകൊണ്ട് ആട്ടയിലാണ് ഞാൻ പോയി. എന്നെ ഒരാൾ സഹായിച്ചാണ് ഞാൻ പോവുകയും വരെയൊക്കെ. അയാളാണ് എനിക്ക് ആഹാരവും ഇതെല്ലാം മേടിച്ചു തന്നത്. എൻ്റെ പ്രയാസം നമ്മളെ വീട്ടിനടുത്ത് ഒരാളാണ്. ഏലിയസ് അല്ല, ലുബിസ് സാർ എന്ന് പറയും, ലുബിസ് സഖാവ് എന്ന് പറയും. അയാളെ എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത്. പിന്നെയും മിക്ക പ്രാവശ്യങ്ങൾ അയാൾ എന്നെ കൊണ്ടുപോകും. എൻ്റെ പ്രയാസങ്ങളൊക്കെ കൊണ്ടുപോയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോഴും പറഞ്ഞ് നോക്കിട്ട് നമുക്ക് പോവാം, എനിക്ക് വീട്ടിൽ. ചേട്ടൻ്റെ വീടിരുന്ന സ്ഥലമാണോ ഇത്? അത് കാണുന്നത് ഈ 2 നില വീടാണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറം എൻ്റെ സഹോദരൻ ഒരു വീടുണ്ടായിരുന്നു, അതും മൊത്തത്തിൽ പോയി. ഇവിടെ മൊത്തം പോയി 14 മൊത്തത്തിൽ 44 വീടാണ് ഇവിടെ പോയിട്ടുള്ളത്. വലിയ തോപ്പയിൽ 14-15 വീട് പോയിട്ടുണ്ട്. ബാക്കി എത്ര വലിയവരെയും കൊച്ചുവിലാണ് പോയത്. ചേച്ചി, എത്ര നാളായി ഈ വാടക കിട്ടാതായിട്ട്? എത്ര നാളായി? ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് 1 മാസത്തെ വാടക കിട്ടിയില്ല. ഞാൻ ഭർത്താവ് മരിച്ച് 10.5 വർഷമായി. അങ്ങനെ നമ്മൾ ജീവിക്കുന്നതാണ്. വാടക കൊടുക്കാനും ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 49-50 വർഷത്തോളമാകുന്നു ഞങ്ങൾ കണ്ണ് തുറന്ന് കണ്ടപ്പോഴേ ഞങ്ങൾ ഈ ഭൂമിയിൽ തന്നെ താമസിച്ചത്. വീട് വച്ചിട്ട് 14 വർഷമായി. അപ്പോൾ നമുക്കത് ഒരു വലിയ നല്ല 3 റൂമും അതിന് വേണ്ടുന്ന എല്ലാം ഉള്ള സജ്ജീകരണമുള്ള വീടായിരുന്നു. കടലാക്രമണം നടന്നതിന് ശേഷം ഇവിടുത്തെ സ്ഥലത്ത് മേയർ, MLA ഒക്കെ വന്നിരുന്നു. അന്ന് ആന്റണി രാജു ആയിരുന്നില്ലേ? ആന്റണി രാജു മാത്രം വന്ന് നോക്കിയിട്ട് പോയി. അതിനുശേഷം വേറെ ആരും വന്നിട്ടുമില്ല. ഇവിടെയുള്ള കൗൺസിലർ വന്ന് നോക്കിയിട്ട് പോയി. പിന്നെ വിടവ വികാരിയച്ഛനും. ആന്റണി രാജു എന്തെങ്കിലും ഉറപ്പ് നൽകിയിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് 1 മാസത്തെ വാടക പോലും കിട്ടുന്നില്ല. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കും? മന്ത്രിമാർ അവരൊക്കെ വലിയ തലത്തിൽ ഇരുന്നിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഇനി ഒരു പരാതി കൊടുക്കാനും എടുക്കാനും ചെന്ന് കാണാനായിട്ട് ഒരു ഇടവും ഇല്ല. എല്ലാ സ്ഥലത്തും ചെന്ന് കാണുകയും ചെയ്ത് അടുത്ത മാസം തരും. 3 വർഷമായോ? 3 വർഷം കഴിഞ്ഞ് 4 വർഷമായിട്ട് 4 വർഷമായി. 21 ഈ പ്രശ്നമുണ്ടോ? അതെ, 21 മെയ് മാസം 4-ാം തീയതിയാണ് 14-15-ാം തീയതി പോയ വീടുകളാണ്. അത് വലിയ വീടും കാമ്പൗണ്ടും ബാത്റൂമുകളുള്ള 3-4 മുറിയുള്ള വീടുകളാണ് പോയിരിക്കുന്നത്. ഞാൻ മീൻ കച്ചവടക്കാരിയാണ്. എനിക്ക് ഇനിയിപ്പോൾ മീൻ കച്ചവടം ചെയ്ത കാലിലെല്ലാം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. എൻ്റെ ഭർത്താവില്ല. അപ്പോൾ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. എൻ്റെ മക്കൾക്ക് ഈ കടൽ പണിയാണ്. കടലിൽ മീൻ ഉണ്ടെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. ഇപ്പോൾ കടലിൽ അന്ന് കടൽക്ഷോഭം വന്നപ്പോൾ അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ വന്നിരുന്നോ? മേഴ്സിക്കുട്ടിയമ്മയെ നമ്മളൊന്നും കണ്ടില്ല. മേഴ്സിക്കുട്ടിയമ്മയൊന്നും വന്നില്ല. നമ്മുടെ പള്ളിയിൽ ഇടവകയിൽ അച്ഛനും വന്നിട്ടുണ്ട്, ആന്റണി രാജുവും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൗൺസിലർമാർ അവരും വന്ന് നോക്കിയിട്ടുണ്ട്. അവർ ഈ 5500 രൂപ ഇപ്പോഴും സത്യം പറയുമെങ്കിൽ സാറേ, ഞങ്ങൾ താമസിക്കുന്ന വീട് ഇന്നലെയും ഒരു പാമ്പിന് അടിച്ചു കൊന്നു. ആ പരിസരത്തിൽ ഒരു കാട്ടിൻ്റെ അകത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം വലിയ റോഡിൽ 10,000-15,000 രൂപ കൊടുത്ത് വാടകയ്ക്ക് എടുക്കാൻ നിവൃത്തിയില്ല. ഒരു 4 സൈഡ് കാമ്പൗണ്ടും പാമ്പും തേളും ഉള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇന്നലെ രാത്രി ദൈവം സാക്ഷിക്ക് ഇന്നലെ രാത്രി ഒരു ഇതും കൂടി മൂന്നാമത്തെ പാമ്പിനെയാണ് അടിച്ചു കൊല്ലുന്നത്.
ആ പാമ്പിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കിടന്ന് ജീവിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നോ? എല്ലാവരും പറയും അവിടെ എഴുതിക്കോട്ടെ, ഇവിടെ എഴുതിക്കോട്ടെ, മറ്റിടത്ത്. ഇപ്പോൾ ഈ മാസം തന്നെ പിന്നെയും ഫിഷറീസിൽ കൊണ്ടുവന്ന് വീടുകൾ വേണമെന്ന് ഇല്ലാത്തവർക്ക് കൂടെ അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും കയറി ഇറങ്ങുന്നു. പക്ഷേ കയറി ഇറങ്ങാൻ ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ കാലുകളില്ല, ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. അരുൺ, വലിയൊരു ദുരിതത്തിലൂടെയാണ് ഇവർ, സമാനതകളില്ലാത്തൊരു ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് ധാരാളം വീടുകൾ, ഇപ്പോൾ ഈ വലിയ തോപ്പിലാണ് ഞാനുള്ളത്, ഇവിടെ തന്നെ ഒരു 14ഓളം വീടുകളുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സംസാരിച്ച ഗിൽബർട്ട് ഏട്ടൻ അടക്കമുള്ളവർ പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഒട്ടനവധി വീടുകൾ തകർന്ന, പൂർണ്ണമായിട്ടും വീടുകൾ തകർന്ന നമ്മളിവിടെ ഈ കാണുന്നത്. ഇവിടെ മാസം 5500 രൂപ സർക്കാർ വാടക നൽകാം, നിങ്ങൾ കെട്ടുറപ്പുള്ള വാടക വീടുകളിൽ പോയി താമസിച്ചോളൂ എന്ന് മേഴ്സിക്കുട്ടി അമ്മ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊടുത്ത ഉറപ്പാണ് ഇപ്പോൾ പാലിക്കാത്തത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ സോളമനോട് വലിയതുറയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അവർക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങളില്ല. തീർച്ചയായിട്ടും സർക്കാർ 44 കുടുംബങ്ങളേ ഉള്ളൂ. ആ കുടുംബങ്ങളെ സർക്കാർ ചേർത്ത് പിടിക്കുക തന്നെ വേണം. അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉറപ്പ് പാലിക്കണം. നമ്മളിപ്പോൾ വയനാട്ടിൽ കൊടുക്കുന്നില്ലേ, കൃത്യമായിട്ട് ചൂരൽമലയിൽ മുണ്ടക്കയിൽ 1 മാസവും വൈകാതെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പുത്തുമലയിൽ അങ്ങനെ ആയിരുന്നില്ല, കവളപ്പാറയിലും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ പലപ്പോഴും ചില ഉറപ്പുകൾ വെള്ളത്തിൽ വരച്ച വരയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. സർക്കാർ അവർക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കണം. 5500 രൂപയാണ്, അത് ആ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയൊരു തുകയാണ് എന്നുള്ളത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ മനസ്സിലാക്കുക.